നടനും സംവിധായകനുമായ ബാലേന്ദ്ര മേനോനെതിരെ ഒരു ലൈംഗിക അതിക്രമ ആരോപണമുണ്ടായിരുന്നു. ഒരു കേസായിട്ട് അത് വരികയും ചെയ്തു. 2-3 സ്ത്രീകളോടൊപ്പം ഒരേ സമയം വീഴ്ചയിൽ ഏർപ്പെട്ടുവെന്നും തങ്ങളുടെ മുമ്പിൽ നഗ്നനായി നിന്നുവെന്നും തങ്ങൾക്ക് നേരെ ചില ലൈംഗിക അതിക്രമങ്ങളൊക്കെ നടത്തിയെന്നുമൊക്കെ ആയിരുന്നു ആരോപണം. ആ ആരോപണം ഉന്നയിച്ച വനിത അവർ പിന്നീട് മാധ്യമങ്ങൾക്ക് മുന്നിൽ വരികയും ഈ ആരോപണം ആവർത്തിക്കുകയും പല ഇൻ്റർവ്യൂകളിലൊക്കെ ഇതെല്ലാം പറയുകയൊക്കെ ചെയ്തു. പക്ഷേ ഇപ്പോൾ പുറത്തു വരുന്ന വിവരം ഈ കേസുകളെല്ലാം റദ്ദ് ചെയ്തിരിക്കുന്നു എന്നുള്ളതാണ്. വാസ്തവമാണോ? ശരിക്കും ഈ കേസൊക്കെ റദ്ദ് ചെയ്തോ? അതെ, ഈ കേസ് റദ്ദ് ചെയ്തു എന്നുള്ള ഏറ്റവും പുതിയ വിവരങ്ങളാണ് പുറത്തു വരുന്നത്. കാരണം തെളിവില്ല എന്നതിൻ്റെ അടിസ്ഥാനത്തിലാണ് കേസ് ഒഴിവാക്കിയത്. യുവതി ഉന്നയിച്ച ആരോപണങ്ങൾക്ക് തെളിവില്ലെന്ന് ചൂണ്ടിക്കാട്ടി പോലീസ് കോടതിയിൽ റിപ്പോർട്ട് നൽകിയിരുന്നു. ഇതിൻ്റെ അടിസ്ഥാനത്തിലാണ് പരാതിക്കാരിയായ നടിക്ക് കോടതി നോട്ടീസ് നൽകി ഒരു സിനിമയുടെ ചിത്രീകരണത്തിനിടെ തിരുവനന്തപുരത്ത് ഹോട്ടലിൽ വെച്ച് ലൈംഗിക അതിക്രമം നടത്തിയെന്നായിരുന്നു പരാതി. തിരുവനന്തപുരത്തെ ആ ഒരു സ്വകാര്യ ഹോട്ടലിൽ വെച്ച് ദുരനുഭവം നേരിട്ടുവെന്ന് മൊഴി നൽകിയ നടി സിനിമയുമായി ബന്ധപ്പെട്ട ചില പേരുകളും പരാതിയിൽ ഉന്നയിച്ചിരുന്നു. നടിയുടെ മൊഴിക്കപ്പുറം ഒരു തെളിവും കണ്ടെത്താനായില്ലെന്ന് പോലീസ് വഞ്ചിയൂർ മജിസ്ട്രേറ്റ് കോടതിയിൽ സമർപ്പിച്ച അന്തിമ റിപ്പോർട്ടിൽ പറയുന്നു. അതിൽ പറയുന്നത് ബാലേന്ദ്ര മേനോനെ കാണാനായി ചെന്നപ്പോൾ ബാലേന്ദ്ര മേനോൻ 3 സ്ത്രീകളെ നഗ്നയാക്കി കിടത്തിയ ശേഷം അത്തരത്തിൽ ലൈംഗികപരമായ ഒരു വൃത്തികെട്ട രീതിയിൽ പെരുമാറുന്ന കാഴ്ചയാണ് കണ്ടത്. ഇവരോട് എന്നിട്ട് പിന്നീട് ഇരിക്കാൻ പറഞ്ഞു. അതിനുശേഷം മടങ്ങിയെത്തി ബാലേന്ദ്രൻ വളരെ മോശമായ രീതിയിലൊക്കെ പെരുമാറിയെന്നാണ് പറയുന്നത്. പക്ഷേ അതിൽ ആ വാർത്താ സമ്മേളനം അല്ലെങ്കിൽ അവർ മാധ്യമങ്ങളോട് ഇത് പറയുമ്പോൾ തന്നെ എല്ലാവരും പറയുന്നുണ്ടായിരുന്നു, ഇത്തരത്തിലൊരു വിശ്വാസയോഗ്യമല്ലാത്ത ഒരു ആരോപണമാണ് ഇത്തരത്തിൽ ഉയർത്തിയത്. കാരണം ഇങ്ങനെ ഒരാൾക്ക് ചെയ്യാൻ കഴിയുമോ എന്ന രീതിയിലൊക്കെ അന്ന് ചോദിച്ചിരുന്നു. അപ്പോൾ അതുകൊണ്ട് തന്നെ ഇതിനകത്ത് പലരും മുഖം ചുളിച്ചു. കാരണം അങ്ങനെ ഒരു ആരോപണം ആർക്കും പെട്ടെന്ന് അങ്ങോട്ട് ഉൾക്കൊള്ളാൻ പറ്റാത്തൊരു സാഹചര്യമായിപ്പോയി. പക്ഷേ പിന്നീട് ഇതുമായി ബന്ധപ്പെട്ട് തുടർ കേസിലേക്കൊക്കെ വന്നപ്പോൾ ബാലേന്ദ്ര മേനോൻ ഇതിനെതിരായി പരാതി കൊടുക്കുകയൊക്കെ ചെയ്ത് തന്നെ അപകീർത്തിപ്പെടുത്താൻ ശ്രമിക്കുന്നു എന്ന് പറഞ്ഞുകൊണ്ട്, അപ്പോൾ ഇപ്പോഴാണ് അതിന് തെളിവില്ല എന്ന് പറഞ്ഞുകൊണ്ട് ഇത് കോടതി ഈ കേസ് അവസാനിപ്പിക്കുന്നത്. എന്തായാലും ഇത് സിനിമാ ലോകത്തിന് അല്ലെങ്കിൽ ഇത്തരത്തിൽ നാണക്കേടുണ്ടാക്കിയ ഒരു സംഭവം കൂടിയാണ്. കാരണം ഒരു മനുഷ്യൻ അത്തരത്തിലൊന്നും ചെയ്തിട്ടില്ല എങ്കിൽ വെറുതെ ഇങ്ങനെ ആരോപണം ഉന്നയിച്ച് സമൂഹമധ്യത്തിൽ നാണക്കേടുണ്ടാക്കുന്ന വിധത്തിൽ, ആ മനുഷ്യന് അവമതിപ്പുണ്ടാക്കുന്ന വിധത്തിൽ പെരുമാറിയതിന് കോടതി ഇവർക്കെതിരെ മറ്റ് വകുപ്പുകൾ ചുമത്തി അല്ലെങ്കിൽ നഷ്ടപരിഹാരമെങ്കിലും വാങ്ങാനുള്ള ഒരു നടപടി കൈക്കൊള്ളണമെന്നാണ് എൻ്റെ ഒരു അഭിപ്രായം. അതെ, ശരിയാണ്. അത് ഇത്തരം കേസുകൾ നിലനിൽക്കാത്ത കേസുകളാണ് പലപ്പോഴും. അതായത് ഈ ആരോപണം ഉന്നയിക്കുക, ഈ ഏറ്റവും വലിയ കേസെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വിവാഹ വാഗ്ദാനം നൽകി പീഡിപ്പിച്ചു എന്ന് പറയുന്ന ഒരു തട്ടിപ്പ് കേസാണ്. ആ തട്ടിപ്പ് കേസിൻ്റെ ഏറ്റവും വലിയ പ്രത്യേകത എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കോടതികൾ പലപ്പോഴും നിരീക്ഷിക്കുകയും ഇതിനെ തള്ളിക്കളയുകയും ചെയ്തിട്ടുണ്ട്. നമുക്ക് എങ്ങനെയാണ് വിവാഹ വാഗ്ദാനം നൽകി പീഡിപ്പിച്ചു എന്ന് പറയാൻ കഴിയുക? ഒരാൾ ചിലപ്പോൾ വിവാഹിതനാണെങ്കിൽ ഒട്ടും ഉള്ള സാധ്യതയില്ല എന്ന് പറയാം. ഇല്ലാത്ത പക്ഷം വിവാഹ വാഗ്ദാനം നൽകി പീഡിപ്പിച്ചു എന്ന് പറയുകയാണെങ്കിൽ അത് ഒരു സാധാരണഗതിയിൽ വിദ്യാഭ്യാസവും വിവരമുള്ള ഒരു പെൺകുട്ടിയാണെങ്കിൽ ഒരിക്കലും ഇയാൾ വിവാഹ വാഗ്ദാനം നൽകിയാൽ വിവാഹം കഴിഞ്ഞിട്ടാകാമല്ലോ മറ്റ് ശാരീരിക ബന്ധത്തിൽ ഏർപ്പെടുന്നതോ ലൈംഗിക ബന്ധത്തിൽ ഏർപ്പെടുന്ന പല പരാതിയിലും ഈ വിവാഹിതരായ പുരുഷന്മാർക്കെതിരെ കൊടുക്കുന്ന പരാതിയിലും വിവാഹ വാഗ്ദാനം നൽകി പീഡിപ്പിച്ചു എന്നാണ് പറയുന്നത്. അപ്പോൾ പലരും കോടതി ചോദിച്ചിട്ടുണ്ട്, നിങ്ങൾക്കറിയില്ലായിരുന്നു അയാൾ വിവാഹിതനാണെന്നുള്ളവർ, അതറിയാമായിരുന്നു എന്നാണ് പറയുന്നത്. അത് അതിൻ്റെ ഒരു സാങ്കത്യം മനസ്സിലാവുന്നില്ല. അതായത് ഈ പറയുന്ന നമുക്ക് എങ്ങനെ പറയാം, ഒരു വിവാഹ വാഗ്ദാനം നൽകി പീഡിപ്പിച്ചു എന്ന് പറയുന്ന കേസിനകത്ത് പറയാൻ കഴിയുന്ന ഒരു കാര്യം, ഒന്നുകിൽ ആ സ്ത്രീ വളരെ വിദ്യാഭ്യാസം കുറഞ്ഞ പിന്നാക്ക മേഖലയിലുള്ള പിന്നാക്ക വിഭാഗത്തിൽപ്പെടുന്നവരായിരിക്കണം. അവർക്ക് പുറം ലോകവുമായിട്ട് വലിയ ബന്ധമില്ല, അവർക്ക് വിദ്യാഭ്യാസമില്ല, ലോകപരിചയമില്ല. അങ്ങനെ ഒരു സ്ത്രീ ആണെങ്കിൽ ശരി, 18 വയസ്സിന് താഴെയുള്ള കുട്ടിയായിരിക്കണം. അങ്ങനെയുള്ള ഈ 2 വിഭാഗങ്ങളിലോ ഇല്ലെങ്കിൽ ബുദ്ധിക്ഷമത കുറഞ്ഞ ആൾക്കാരോ ഇല്ലെങ്കിൽ അങ്ങനെ എന്തെങ്കിലും വൈകല്യമുള്ളവരോ ഒക്കെ ആണെങ്കിൽ ഒരു പക്ഷേ ഇവരുടെ ഈ പറയുന്ന നാടകങ്ങൾക്ക് മുന്നിൽ ചിലപ്പോൾ പെട്ടുപോയേക്കാം. പക്ഷേ അങ്ങനെ അല്ലാത്ത വിധത്തിൽ ഈ വലിയ വിദ്യാഭ്യാസമുള്ള സ്ത്രീകൾ, ഉയർന്ന ജീവിത നിലവാരം പുലർത്തുന്നവർ, വലിയ സ്വത്തുള്ളവർ, ഈ പറയുന്ന സമൂഹവുമായിട്ട് എല്ലാ കാര്യത്തിലും അറിവുള്ളവർ, ഇവരൊക്കെയാണ് പറയുന്നത് എന്നെ ഇയാൾ വാഗ്ദാനം നൽകി. ഒരു പുരുഷനെ കെണിയിലാക്കാൻ പറ്റുന്ന ഏറ്റവും എളുപ്പത്തിലുള്ള മാർഗ്ഗമാണ്. കാരണം അറസ്റ്റ് ചെയ്യുക എന്നുള്ളതേ നിയമപരമായി എടുത്ത മാർഗ്ഗമുള്ളൂ. പക്ഷേ കോടതിയിൽ ഈ പറയുന്ന കേസുകൾ പലപ്പോഴും നിൽക്കാറില്ല. അപ്പോൾ ഈ പറയുന്ന അപമാനിക്കാനും ആക്രമിക്കാനും അല്ലാതെ ഈ പറയുന്ന കേസ് അപ്പം നിലവിൽ ശരിക്കുമുള്ള ഒരു ബലാത്സംഗം നടന്നാൽ പോലും നമുക്ക് വിശ്വസിക്കാൻ ചിലപ്പോൾ ബുദ്ധിമുട്ടുണ്ടായിരിക്കും. ശരിക്കും അങ്ങനെ നടന്നോ, ഇനി അയാളെ ആക്രമിക്കാൻ വേണ്ടിയിട്ടാണോ എന്നുള്ളതൊക്കെ വരും. പിന്നെ പലപ്പോഴും പലരും ചെയ്യുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പണം വാങ്ങിക്കൊണ്ട്
കേസുകൾ ഒത്തുതീർപ്പാക്കുക, പിന്നെ പണം ലഭിക്കാൻ വേണ്ടി കേസുകൾ കൊടുക്കുക, ഇങ്ങനെയുള്ള വിഭാഗങ്ങളും ഈ നാട്ടിലുണ്ട് എന്നുള്ളതാണ്. ഇവരെയൊക്കെ പലപ്പോഴും കോടതിയിൽ അവസാനം ചെന്ന് കഴിയുമ്പോൾ ഇത്തരം കേസുകളൊക്കെ അപമാനിതരായി തിരിച്ചറിഞ്ഞു പോകേണ്ട അവസ്ഥ ഈ പറയുന്ന പരാതിക്കാർക്കുണ്ടാകും. സിനിമാ രംഗത്ത് വരുന്ന കേസുകളിൽ പലതും ഈ പറഞ്ഞതുപോലെ കുറേ വർഷങ്ങൾക്ക് ശേഷം 2014 അദ്ദേഹം നിരവധി തവണ പീഡിപ്പിച്ചു എന്നൊക്കെ പറഞ്ഞുകൊണ്ടാണ് ഈ കേസ് വരുന്നത്. അത് ആ സമയത്ത് അവർ കേസ് കൊടുക്കുന്നില്ലേ? അതാണ് എല്ലാവരും ഉയർത്തുന്ന ചോദ്യം. ഈ സമയത്ത് കൊടുക്കാമായിരുന്നില്ലേ? പലപ്പോഴും ഇത്തരത്തിൽ ഈ സിനിമകളിൽ അവസരം നൽകാമെന്ന് പറഞ്ഞ അവസരം നൽകി 2-3 സിനിമകൾ കഴിയുമ്പോൾ പിന്നെ ഇവരെ ഒഴിവാക്കിക്കൊണ്ട് മറ്റു നടികളെ സിനിമയിലേക്ക് കൊണ്ടുവരുമ്പോഴാണ് ഇവർ ഇത്തരത്തിൽ പരാതിയുമായി രംഗത്ത് വരുന്നതെന്നുള്ളതാണ് ശ്രദ്ധേയം. അതോടൊപ്പം പ്രിയൻ സൂചിപ്പിച്ചതുപോലെ തന്നെ ഈ വിവാഹ വാഗ്ദാനം നൽകി പീഡിപ്പിച്ചു എന്ന് പറയുന്നത് ഇപ്പോൾ സ്വാഭാവികമായി ഒരു അവിവാഹിതനായ ഒരു പുരുഷനും ഒരു അവിവാഹിതയായ ഒരു പെൺകുട്ടിയും ആണെങ്കിൽ, അല്ലെങ്കിൽ വിദ്യാഭ്യാസം ഇല്ലാത്ത ഒരു പെൺകുട്ടിയാണെങ്കിൽ അതിനെ വിവാഹ വാഗ്ദാനം നൽകി പീഡിപ്പിച്ചു എന്ന് പറയേണ്ടി വരും. പലപ്പോഴും പല കേസുകളിലും വിവാഹിതരായിട്ടുള്ള പുരുഷന്മാർക്കെതിരെ വിവാഹിതരായിട്ടുള്ള സ്ത്രീകൾ തന്നെ ഇത്തരത്തിലുള്ള പരാതികൾ കൊടുക്കുന്നത് ഒരു വൈചിത്രം അല്ലെങ്കിൽ ഒരു വിചിത്രമായി തന്നെ തോന്നുന്നുണ്ട്. അതായത് നമുക്കറിയാമല്ലോ, ഉമ്മൻചാണ്ടിക്കെതിരെ ഒരു ആരോപണം വന്നു, എന്നിട്ട് എന്തായി? ആരെങ്കിലും കേരളത്തിൽ ആരെങ്കിലും വിശ്വസിച്ചോ? ആരും വിശ്വസിക്കുകയില്ല. കാരണം ഉമ്മൻചാണ്ടി ആരാണെന്നുള്ളത് കേരളത്തിലെ ജനങ്ങൾക്കറിയാം. അപ്പോൾ അതുപോലത്തെ, അതായത് ഉമ്മൻചാണ്ടിയുടെ വീട്ടിലൊന്ന് പോകണം കേട്ടോ. നമ്മൾ രാവിലെ ചെന്ന് കഴിഞ്ഞാൽ ഉമ്മൻചാണ്ടിയുടെ ബെഡ്റൂമിൽ വരെ ആൾക്കാരാണ്, നിറയെ തെക്കും തിരക്കുമാണ് ആ വീട്ടിനകത്ത്. ഉമ്മൻചാണ്ടി ഭക്ഷണം കഴിച്ചു എന്ന് വരുത്തിയൊക്കെയാണ് ഇറങ്ങുന്നത്. കാറും തിങ്ങി നിറഞ്ഞാണ് പോകാറുള്ളത്. ഉമ്മൻചാണ്ടി എന്ന് പറയുന്ന മനുഷ്യൻ്റെ ജീവിതവും വീടും സ്വകാര്യതയും ഒന്നും ഇല്ലാത്തതാണ്. സ്വകാര്യത എല്ലാം തുറന്നു കിടക്കുന്ന പുസ്തകമാണ്. അതിനകത്ത് എല്ലാവർക്കും പ്രവേശനമുണ്ട്. ഉമ്മൻചാണ്ടിയുടെ വീട്ടിലെന്നും ഒരിക്കലും അവിടുത്തെ ആ ഗേറ്റ് പോലും ഒരിക്കലും അടയ്ക്കാറില്ല എന്നുള്ളതാണ് ആ വീടിൻ്റെ പ്രത്യേകത. ഇപ്പോൾ ചാണ്ടി ഉമ്മൻ വന്നപ്പോഴും അങ്ങനെ തന്നെയാണ് അവിടുത്തെ സ്ഥിതി എന്നാണ് അറിയാൻ കഴിയുന്നത്. ആൾക്കാർക്ക് ഏറ്റവും പ്രിയപ്പെട്ട ആളാണ് ചാണ്ടി ഉമ്മൻ. ഇപ്പോഴും ഉമ്മൻചാണ്ടി എങ്ങനെയായിരുന്നു അതേപോലെ തന്നെയാണ് ചാണ്ടി ഉമ്മൻ. പക്ഷേ ഈ പറയുന്ന എന്നിട്ടും ആ മനുഷ്യന് നേരെ ഇങ്ങനെ ഒരു ആരോപണം ഉന്നയിച്ചു എന്നുള്ളതാണ്. അതുപോലെ ഒരുപാട് ആൾക്കാർക്ക് നേരെ ഒരുപാട് ഈ രാഷ്ട്രീയ പ്രവർത്തകർ, സിനിമാ പ്രവർത്തകർക്കെതിരെ ഒരു പ്രസിദ്ധനായ ഒരു സിനിമാ നടന് അവസാനം ഈ പറയുന്ന ഈ പരാതി കൊടുത്ത സ്ത്രീയുടെ പേരടക്കം വിളിച്ച് പറയേണ്ടി വന്നു, ഇവരാണ് എനിക്കെതിരെ പരാതി കൊടുത്തത്. ആ സംവിധായകനെ ആയിട്ടുള്ള ആളിനെ സിനിമ സംവിധായകനെ അറസ്റ്റ് ചെയ്തോ? ഇല്ലല്ലോ. മുൻകൂർ ജാമ്യം കൊടുത്തു, കേസ് ട്രയലിലേക്ക് പോയി. അപ്പോൾ ആ കേസുകളിലൊക്കെ എന്തുകൊണ്ടാണ് ജാമ്യം കൊടുക്കണമെങ്കിൽ ഇയാൾ കുറ്റവാളിയല്ല എന്നുള്ളത്, ഇല്ലെങ്കിൽ കുറ്റകൃത്യം ചെയ്തോ എന്ന സംശയമുണ്ടായിരിക്കണം, സംശയത്തിൻ്റെ അനുകൂലത്തിൽ. അപ്പോൾ അങ്ങനെ ഒരു അവസ്ഥയുണ്ട്. അപ്പോൾ ഈ പറയുന്ന കുറ്റങ്ങളൊക്കെ ഉഭയകക്ഷി സമ്മതത്തോടു കൂടി ഈ ലൈംഗിക ബന്ധത്തിൽ ഏർപ്പെടുകയും അതിനുശേഷം പരാതി കൊടുക്കുകയും ചെയ്യുന്നത് മോശം പരിപാടിയാണ്, മോശം പ്രവണതയാണ് എന്നുള്ളതാണ് ഇതിലേറ്റവും പറയുന്നത്. കോടതി അതിനെല്ലാം താക്കീത് ചെയ്യുന്നുണ്ട്. വരും കാലങ്ങളിൽ കൂടുതൽ ഇത്തരം കേസുകൾ താക്കീത് ചെയ്യപ്പെടാനുള്ള സാധ്യതയുമുണ്ട്, അസത്യ കേസുകളാണെങ്കിൽ. പിന്നെ ഇതിൽ എപ്പോഴും തിരിച്ചടി ഉണ്ടാകുന്നത് ശരിക്കും ബലാത്സംഗത്തിനെതിരായിട്ടുള്ള സാധാരണക്കാരായ മനുഷ്യർക്കാണ്, അല്ലെങ്കിൽ സാധാരണ പാവപ്പെട്ട സ്ത്രീകൾക്കാണ് പലപ്പോഴും ഇതിൻ്റെ തിക്താനുഭവങ്ങൾ ഉണ്ടാകുന്നത്. കാരണം അവർ സത്യസന്ധമായ ഒരു പരാതിയുമായിട്ട് ചെല്ലുമ്പോൾ ഇത്തരത്തിലുള്ള ആൾക്കാർ, ഈ പറയുന്ന വ്യക്തി വൈരാഗ്യത്തിൻ്റെ പേരിൽ കേസുകൾ കൊടുത്തവരൊക്കെ പിന്നീട് ഇങ്ങനെ ചെയ്തതിൻ്റെ പേരിൽ ശരിക്കുള്ള കേസുകൾ ഇതുപോലെയാണ് എന്ന് തെറ്റിദ്ധരിക്കാനുള്ള ഇടയും ഉണ്ടാകുന്നു എന്നുള്ളതും വലിയ പ്രശ്നമാണ്. പക്ഷേ എനിക്ക് തോന്നുന്നു സിനിമയിലെ പ്രശ്നങ്ങളൊന്നും അത്രത്തോളം ഗൗരവമായിട്ട് ഇപ്പോൾ ആരും കാണുന്നില്ല എന്ന് തോന്നുന്നു. ബാലേന്ദ്രമേനോൻ്റെ കേസിലും അത് തന്നെയല്ലേ സംഭവിച്ചിരിക്കുന്നത്? തീർച്ചയായിട്ടും ബാലേന്ദ്രമേനോൻ്റെ കേസിൽ ഇപ്പോൾ എന്ന് പറഞ്ഞാൽ ഈ സാധാരണ കേരളീയ പൊതുസമൂഹം അല്ലെങ്കിൽ സിനിമാസ്വാദകർക്കൊക്കെ ഇത് കേൾക്കുമ്പോൾ തന്നെ അറിയാം ഇത് ഇങ്ങനെയുള്ള തട്ടിക്കൂട്ട് കേസാണ് എന്ന് പറഞ്ഞതുപോലെ. പക്ഷേ ഈ ചില കാര്യങ്ങളിൽ ഈ പറഞ്ഞതുപോലെ പ്രിയൻ പറഞ്ഞ പോലെ ചില ജെന്യുവൻ കേസുകളുമുണ്ട്. ഇപ്പം ഈ ഷൈൻ ടോം ചാക്കോരിക്ക് ഇതുപോലെ ഒരു പെൺകുട്ടിയെടുത്ത് മോശമായി പെരുമാറി, ആ കുട്ടി വളരെ അത് കൃത്യമായി പരാതി നൽകുകയൊക്കെ ചെയ്തു. അങ്ങനെ ജെന്യുവനായിട്ടുള്ള കേസുകളുമുണ്ട്. അത് സിനിമയിൽ ഈ പറഞ്ഞതുപോലെ ഒരു വിഭാഗം ഇത്തരത്തിൽ ഈ പറഞ്ഞതുപോലെ കുറേ കാലത്തിന് ശേഷം മീറ്റു പോലെ വരുമ്പോൾ യഥാർത്ഥത്തിലും അങ്ങനെ സംഭവിക്കുന്നതും ഒക്കെ ഉണ്ട്. പക്ഷേ ഇതിൻ്റെ ഒരു യഥാർത്ഥ ചിത്രം അല്ലെങ്കിൽ സത്യാവസ്ഥ, നീതി വേണ്ടവർക്ക് നീതി കൊടുക്കുക തന്നെ വേണം. അല്ലാതെ ഈ കബളിപ്പിക്കപ്പെടുന്ന വിധത്തിലുള്ള പണത്തിന് വേണ്ടി പരാതി കൊടുക്കുന്നത്, അത്തരത്തിലുള്ള പീഡന കേസുകൾ, ഇതൊന്നും നിലനിൽക്കില്ല. ഇനി അങ്ങോട്ട് അത് നിയമത്തിനൊക്കെ ഒരുപാട് വ്യത്യാസം വന്നിട്ടുണ്ട് എന്നുള്ളതാണ് യാഥാർത്ഥ്യം. കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും നിങ്ങളിലേക്ക് എത്താൻ ABC മലയാളം സബ്സ്ക്രൈബ് ചെയ്യുക, ബെൽ ബട്ടണും അമർത്തുക.